ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു സൂരജ് വിളിപ്പിച്ച അനുസരിച്ച് ഓഫീസിലെത്തുന്നുണ്ട്. എന്നാൽ മീനുവിനെ അവിടെ ഇരുത്തിയിട്ട് 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് സൂരജ് അവിടെ നിന്ന് പോകും. മീനുവിന് വേറൊരു കേറ്ററിംഗ് പരിപാടിയുണ്ട്. ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം മീനുവിന് അങ്ങോട്ട് പോകാൻ. ഈ സമയം അവിടെ നിന്നുള്ളൊരു ചേട്ടൻ മീനുവിനെ വിളിക്കും. എന്തായി ചേട്ടാ, നിങ്ങൾ പണി ആരംഭിച്ചു എന്ന് മീനു ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും മീനു വരാതെ ഒന്നും നടക്കത്തില്ല. ഇവരാണെങ്കിൽ പിടിവാശിയില്ല. മീനു വന്ന് വിളക്ക് കൊളുത്തിയാലേ പാചകം തുടങ്ങാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്, എന്നാലേ ഐശ്വര്യമുള്ളൂ എന്ന്. മീനു പറയും എനിക്കിപ്പോൾ ഉടനെ വരാൻ പറ്റത്തില്ല, നിങ്ങൾ എങ്ങനെയും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കേ, ഇപ്പോഴേ പാചകം തുടങ്ങിയാലേ നാളത്തേക്ക് എല്ലാം ആവത്തുള്ളൂ എന്ന്. മീറ്റിംഗ് കഴിയാറായെന്ന് അയാൾ ചോദിക്കുമ്പോൾ മീനു പറയും ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന്. നിങ്ങൾ എന്തായാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് മീനു ഫോൺ വെക്കും. അന്നേരത്തേക്ക് സമയം 1:30 ആയിട്ടുണ്ട്. സൂരജ് ശരിക്കും ഇത് മീനുവിന് കൊടുത്തൊരു പണിയാണ്. പിന്നീട് കാണിക്കുന്നത് പാർവതിയും സൂരജിൻ്റെ അമ്മമ്മയും തമ്മിൽ സംസാരിക്കുന്നതാണ്. സൂരജിനും മീനുവിനും വിവാഹത്തിന് താല്പര്യം ഇല്ലാത്തതിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നത്. സൂരജിൻ്റെ അമ്മമ്മ പറയുന്നുണ്ട് സൂരജും മീനുവും തമ്മിൽ പല കാര്യത്തിലും സാമ്യതയുണ്ട്. പാർവതി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടുപേർക്കും പാചകത്തിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ്, ജോലിയോട് നല്ല ആത്മാർത്ഥതയുണ്ട്, പിടിവാശിക്കും പുറകിലല്ല. മീനുവിനെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, മീനുവിനെ സൂരജിന് വേണ്ടി ആലോചിച്ചാലോ എന്ന്. അത് കേട്ട് പാർവതിക്കൊരു ഞെട്ടലുണ്ടാവും. അമ്മമ്മ പറയും ഞാൻ പറഞ്ഞല്ലോ അവർ തമ്മിൽ പല കാര്യങ്ങൾക്കും നല്ല സാമ്യമുണ്ട്, പരസ്പരം കാണുമ്പോൾ കീരിയും പാമ്പും ആണെങ്കിലും അവർ തമ്മിൽ ഒന്നിച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർവതി പറയും എൻ്റെ മീനുവിന് സൂരജിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ നമുക്ക് പറയാനല്ലേ അമ്മയെ പറ്റൂ, അവരുടെ മനസ്സിലെന്താന്ന് നമുക്കറിയില്ലല്ലോ. അമ്മമ്മ പറയും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പാർവതി ഈ കാര്യം പോയി മീനുവിനോട് പറയാനൊന്നും പോവണ്ട. അവൻ എന്തെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മീനുവിൻ്റെ കാര്യമായിരിക്കും. മീനു അത്രയും തങ്കപ്പെട്ട ഒരു മോളാണ്, അവളെ ഭാര്യയായിട്ട് കിട്ടുന്ന പുരുഷൻ ഭാഗ്യം ചെയ്തവനായിരിക്കും. പിന്നീട് കാണിക്കുന്നത് മീനു ഇപ്പോഴും സൂരജിനെ കാത്തിരിക്കുവാണ്. സമയം 2:30 ആയിട്ടുണ്ട്. വേറൊരു ഓഫീസർ വരുമ്പോൾ മീനു ചോദിക്കുന്നുണ്ട് സാർ, സൂരജ് സാർ എപ്പോൾ എത്തും? ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. അയാൾ പറയും ആ സീറ്റിലിരിക്കുന്ന മേഡത്തിനോട് ചോദിച്ചാൽ മതി എന്ന്. മീനു പറയും അതിനാരും അവിടെ ഇല്ലല്ലോ എന്ന്. അയാൾ പറയും ഇപ്പം മേഡം വരും, അന്നേരം ചോദിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകും. ഈ സമയം വേറെ 2 സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് മീനു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവർ സംസാരിക്കുന്നത് സൂരജ് സാർ മനഃപൂർവ്വം മീനുവിന് പണി കൊടുത്തതാന്ന് തോന്നുന്നുണ്ടെന്നാണ്. അത് കേട്ട് മീനുവിന് ദേഷ്യം വരും. ഓഹോ, എനിക്കിട്ട് പണി തന്നതാണല്ലേ, തിരിച്ചുള്ള പണി എന്താന്ന് സൂരജ് സാർ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതും ചിന്തിച്ച് അവൾ ആ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ ഒരു മേഡത്തിനെ വിളിക്കും. സൂരജ് സാർ വരാൻ ലേറ്റ് ആവുമോ? എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ മേഡം പറയും ഞാൻ കുറച്ച് മുമ്പേ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, മീനു വന്നതല്ലേ, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യൂ. മീനു പറയും ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ പോകാം, സാർ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ മീറ്റിംഗ് അവർ ചോദിക്കുമ്പോൾ മീനു പറയും അതല്ലേ പറഞ്ഞത്, സാർ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഓടി വന്നേക്കാം. മീറ്റിംഗ് സമയത്ത് വരണേ, അല്ലെങ്കിൽ സാറിൻ്റെ ചീത്ത കേൾക്കുന്ന ഞാനായിരിക്കും. ഞാൻ എത്തിയിരിക്കുമെന്നും പറഞ്ഞ് മീനു അവിടെ നിന്ന് ഇറങ്ങും. ഈ സമയം കേറ്ററിംഗ് സ്ഥലത്ത് മീനുവിനെ കാത്തിരിക്കും എല്ലാവരും. ആ സമയം മീനു അങ്ങോട്ട് വരും. എന്നിട്ട് സോറി പറയുന്നുണ്ട്. അവർ പറയും അതൊന്നും സാരയില്ല, മീനു എത്തിയല്ലോ, വേഗം തന്നെ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞ് അവരങ്ങ് പോകും. ബിജു ചോദിക്കുന്നുണ്ട് ആ സൂരജ് സാർ പണി തന്നാണല്ലേ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. മീനു പറയും എൻ്റെ അടുത്ത് സൂരജ് സാറിൻ്റെ ഒരു പണിയും നടക്കില്ലെന്ന് സാറിനിപ്പം ബോധ്യപ്പെട്ട് കാണും, നമുക്കെന്താണെങ്കിലും പണി തുടങ്ങാം. പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജിനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹർഷം വന്നിട്ട് പറയും ആൻറ്റി ഒരു പ്രശ്നമുണ്ട്, ആരോ നമ്മളെ കൊടുത്തു. ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് വന്ന് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കമ്പനിയിൽ. അത് കേട്ട് ശിവരഞ്ജിനിക്ക് ഒരു ഞെട്ടലുണ്ടാവും. ഫാക്ടറിയിൽ നിന്ന് മാനേജർ ഇപ്പം വിളിച്ചതേ ഉള്ളൂ എന്ന് ഹർഷം പറയും. ശിവരഞ്ജിനി ചോദിക്കും ഇങ്ങനെ ഒരു റെയ്ഡ് പ്ലാൻ ചെയ്യുന്ന കാര്യം നമ്മൾ എന്താ നേരത്തെ അറിയാതെ പോയത്? ഹർഷം പറയും അവരെല്ലാ കാര്യവും വളരെ രഹസ്യമായിട്ടാണ് പ്ലാൻ ചെയ്തത്, ഓഫീസിനും വളരെ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് അവർ വന്നത്. പിന്നീട് കാണിക്കുന്നത് ഹർഷനും ശിവരഞ്ജിനും കൂടെ ഓഫീസിലേക്ക് എത്തുന്നതാണ്. സൂരജിനെ ശിവരഞ്ജിനി ചോദിക്കുന്നുണ്ട് എൻ്റെ കമ്പനിയിലേക്ക് വന്നിട്ട് ഇത്ര അധികാരത്തോടെ റെയ്ഡ് നടത്താൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എൻ്റെ ഫാക്ടറിയിൽ പരിശോധന നടത്താൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്? സൂരജ് പറയും ഇവിടെ നടക്കുന്ന ഒരു റെയ്ഡ് നടക്കുന്നതിന് മുന്നേ ആരും മുന്നറിയിപ്പൊന്നും നൽകാറില്ല. ശിവരഞ്ജിനി പറയും ഇങ്ങനെ റെയ്ഡ് നടത്തണമെങ്കിൽ അതിന് ന്യായമായ ഒരു കാരണം ഉണ്ടാവണം, അതെന്താണെന്ന് എനിക്കറിയേണ്ടത്. സൂരജ് പറയും വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ റെയ്ഡിന് വന്നത്. ആരാ ഇൻഫർമേഷൻ തന്നെയെന്ന് ഹർഷൻ ചോദിക്കുമ്പോഴത്തേക്കും സൂരജ് പറയും ഇൻഫോർമർ ആരാന്നൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് ആരും ആയിക്കോട്ടെ, നിയമലംഘനം നടന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ് ഇവിടെ നടക്കുന്നതും. ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞ ഒരാഴ്ചയായി ശിവപൂർണിമ പൂർണ്ണമായും എൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. നിങ്ങളുടെ റെയ്ഡ് കാരണം എൻ്റെ കമ്പനിയിലെ പല പ്രോഡക്ട്സിൻ്റെയും എക്സ്പോർട്ടിങ് നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. ഇതുമൂലം എനിക്കുണ്ടായ നഷ്ടം ആര് നികത്തും? നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ വന്ന് പ്രഹസനം കാണിച്ചിട്ട് പോയാൽ മതി, ബുദ്ധിമുട്ട് എന്നെ പോലുള്ള ബിസിനസ്സുകാർക്കാ. സൂരജ് പറയും മേഡം പറഞ്ഞതൊക്കെ ന്യായം തന്നെ. തിരിച്ച് ഒരു ചോദ്യം ചോദിക്കട്ടെ, അടുത്ത ആഹാരം കഴിച്ച് സാധാരണക്കാർക്കുണ്ടാകുന്ന രോഗത്തെപ്പറ്റി നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ശിവരഞ്ജിനി പറയും ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ളതാ, ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന ഒരാൾക്കും ഒരസുഖം പോലും ഉണ്ടാവില്ല. സൂരജ് ചോദിക്കും അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ഹർഷൻ പറയും മീനൂസ് കിച്ചൻ പൂട്ടിച്ച പോലെ ശിവപൂർണിമ പൂട്ടിക്കാന്ന് വിചാരിക്കേണ്ട, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ സാറിന്റെ മനസ്സിൽ വെച്ചാൽ മതി. സൂരജ് പറയും ഞാൻ ഇവിടുന്ന് ശേഖരിക്കുന്ന ഫുഡ് സാമ്പിൾസിന്റെ ലാബ് റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം പൂട്ടണോ വേണ്ടയോ എന്ന്.
പിന്നീട് കാണിക്കുന്ന സൂരജ് ഓഫീസിൽ വന്നിട്ട് മീനുവിനെ തിരക്കുന്നതാണ്. അവർ പറയും സാറ് വരാൻ വൈകിയപ്പോഴത്തേക്കും മീനു പോയിന്ന്. സൂരജ് ചോദിക്കും എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാ അവളെ പറഞ്ഞു വിട്ടേന്ന്. അവർ പറയും ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ല സാർ, അവർ നിർബന്ധപൂർവ്വം പോയതാ, പരമാവധി പിടിച്ചു നിർത്താൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു, പോകരുതെന്ന് ആശ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പറഞ്ഞു സാർ, എപ്പോൾ മീറ്റിങ്ങിന് വിളിച്ചാലും എത്താന്ന് പറഞ്ഞിട്ടാ പോയത്, അത്യാവശ്യമാണെങ്കിൽ ഞാൻ അവരെ വിളിച്ചു വരുത്താം. സൂരജ് പറയും അത്യാവശ്യമാണ്, ആശ വേഗം അവരെ വിളിക്കുന്നു പറഞ്ഞിട്ട് അവൻ അവൻ്റെ ക്യാബിനിലേക്ക് പോകും. ആശ മീനുവിനെ ഫോൺ ചെയ്തിട്ട് സൂരജിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. സൂരജ് ചോദിക്കും മീറ്റിങ്ങിന് വന്ന നിങ്ങൾ പിന്നെ എങ്ങോട്ടാണ് പോയെന്ന്. മീനു പറയും മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നത്, അന്നേരം മീറ്റിംഗ് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എപ്പം വിളിച്ചാലും മീറ്റിങ്ങിന് എത്താന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അതെ, അതുകൊണ്ടാണല്ലോ പറഞ്ഞ സമയത്ത് തന്നെ ഓഫീസിൽ വന്നത്, സാറാണല്ലോ മീറ്റിംഗ് വൈകിപ്പിച്ചത്. സർക്കാർ ഓഫീസിലെ മീറ്റിംഗ് അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞങ്ങളിവിടെ ഒരു പണിയില്ലാതെ ഇരിക്കുന്നവരൊന്നും അല്ല. മീനു പറയും അത് തന്നെ സാർ എനിക്കും പറയാനുള്ളത്, ഞാനും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളല്ല, സ്വന്തമായി കേറ്ററിംഗ് സ്ഥാപനം നടത്തുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഈ മെല്ലെപ്പോക്ക് മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് പറ്റില്ല, താൻ എന്താണോ എന്നെ കളിയാക്കുവാണോ. സൂരജ് ചോദിക്കുമ്പോൾ മീനു പറയും ഞാൻ പറഞ്ഞത് സാറിന് പൊള്ളിയെങ്കിൽ സാറിൻ്റെ പ്രവർത്തന ശൈലി മാറ്റേണ്ടത് സാറ് തന്നെയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കർശനമായിട്ട് ഞാനൊരു കാര്യം പറയാം, എപ്പോൾ മീറ്റിങ്ങിന് വിളിച്ചാലും വരാമെന്ന് മീനു സമ്മതിച്ചേക്കുന്ന കാര്യമാ, അതുകൊണ്ട് ഞാൻ പറയുക മീനു ഇപ്പോൾ ഓഫീസിലെത്തണം, മീറ്റിംഗ് തുടങ്ങാൻ പോകുക, വരാതിരുന്ന ഡൽഹി പ്രോജക്റ്റിൽ മീനൂസ് കിച്ചൺ ഉണ്ടാവില്ല. മീനു പറയും തീർച്ചയായും സാറ് മീറ്റിംഗ് വിളിക്കുന്ന നിമിഷം ഞാൻ അതിൽ പങ്കെടുത്തിരിക്കും, സാറ് മീറ്റിംഗ് വിളിച്ച കൃത്യസമയത്ത് തന്നെ ഞാൻ അവിടെ വന്നു, മീറ്റിങ്ങിന്റെ സമയം മാറിയത് എൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ടല്ല, സാർ എപ്പം വിളിച്ചാലും ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞത് എൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടാവുമെന്നല്ല, ഇപ്പം എല്ലാം ഓൺലൈൻ്റെ കാലമാണല്ലോ, സാർ ഒരു ഓൺലൈൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, അതിൻ്റെ ലിങ്ക് അയച്ചു തന്നാൽ ഞാൻ കയറിക്കോളാം. അത് കേട്ട് ദേഷ്യത്തോടെ സൂരജ് ഫോൺ കട്ട് ചെയ്യും. മീനു എന്ത് പറഞ്ഞു എന്ന് ആശ ചോദിക്കും. സൂരജ് ദേഷ്യത്തോടെ മീറ്റിംഗ് ക്യാൻസൽഡ് എന്ന് പറയും. അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരം, കാണിച്ചു കൊടുക്കാൻ ഞാൻ. ശിവരഞ്ജിനി ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ സുഹാസിനി പറയും ശിവരഞ്ജിനി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ മനഃപൂർവ്വം ആരോ ഒറ്റിയതാ. നിരുപമ പറയും ആരോ ഒറ്റിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശിവരഞ്ജിനി ചോദിക്കും എന്നിട്ടാണോ നീ ഇത്ര നേരം മിണ്ടാതിരുന്നത്, ആരാങ്ങത് ചെയ്തത്? വേറെ ആരും അല്ല, അമ്മയുടെ മാനസപുത്രി മീനു തന്നെയാ. അത് കേട്ട് ശിവയും അതേപോലെ തന്നെ സുഹാസിനിയും ഞെട്ടുന്നുണ്ട്. നിനക്ക് മീനുവിനോട് ദേഷ്യം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, എന്ന് വെച്ച് മീനു ചെയ്യാത്തൊരു കാര്യം അവളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. നിരുപമ പറയും വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്ത് തെളിവെന്ന് ചോദിക്കുമ്പോൾ നിരുപമ പറയും നമ്മളുടെ സ്ഥാപനം ഇല്ലാതായ അതിൻ്റെ ഗുണം കിട്ടുന്ന ആർക്കാ? മീനുവിന്. ശിവരഞ്ജനി പറയും നീ വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട, അമ്മ എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവളാരാ അമ്മയുടെ മകളോ? ശിവരഞ്ജനി ദേഷ്യത്തോടെ നിരുപമയെ അടിക്കാൻ കൈ ഒങ്ങുമ്പോഴത്തേക്കും ആ കയ്യിൽ സുഹാസിനി കയറി പിടിക്കും. സുഹാസിനി ചോദിക്കും നിരുപമയെ തല്ലിയത് കൊണ്ട് സത്യം സത്യമല്ലാതായി മാറുമോ? നമ്മളെ ഒറ്റിയത് ആരാന്ന് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോയി കാര്യമായിട്ട് അന്വേഷിച്ച ആളാരാന്ന് നമുക്ക് മനസ്സിലാവും. നിരുപമ പറയും അമ്മ ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോയി അന്വേഷിച്ച വിളിച്ച ആളുടെ പേര് മീനു എന്ന് തന്നെയായിരിക്കും അവർ പറയുന്നത്. ശിവരഞ്ജനി ചോദിക്കും അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റും? നിരുപമ ഒന്ന് തപ്പി തടഞ്ഞിട്ട് പറയും അതെനിക്ക് ഉറപ്പാ. ശിവരഞ്ജനി പറയും നിനക്ക് ഈ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. എന്താണേലും ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോയി നമ്മളെ ഒറ്റിയത് ആരാന്ന് അന്വേഷിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നമ്മളെ ഒറ്റിയത് മീനു അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കും, മനസ്സിലായല്ലോ എന്നും ചോദിച്ച് ശിവരഞ്ജനി അവിടുന്ന് പോകുമ്പോൾ സുഹാസിനി ചോദിക്കും ശിവപൂർണെ ഒറ്റിയത് മീനു ആന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? നിരുപമ പറയും അത് ഓഫീസിൽ പോയി അന്വേഷിച്ച് അറിയാവുന്നതല്ലേ ഉള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട് മീനുവിന്റെ പേര് കേൾക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. ശിവ ഓഫീസിൽ പോയി അന്വേഷിക്കുമ്പം അവർ പറയുന്ന പേര് മീനുവിൻ്റെ അല്ലെങ്കിൽ അത് നിനക്ക് വലിയ കുഴപ്പമാകും. ശിവ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, അത്രയ്ക്ക് ഉറപ്പില്ലാതെ ഇങ്ങനെ ഓരോന്നും സംസാരിക്കരുത്. നിരുപമ പറയും ആര് പോയി ആ ഓഫീസിൽ അന്വേഷിച്ചാലും ഇൻഫോമറുടെ പേര് മീനു എന്ന് തന്നെയായിരിക്കും പറയുന്നത്, ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. സുഹാസിനി ചോദിക്കും നീ ഇത്ര ആധികാരികമായി പറയാൻ എന്താ കാര്യം, എന്തുറപ്പാ നിനക്കുള്ളത്? നിരുപമ പറയും വേറൊന്നും അല്ല, ആ ഇൻഫോർമർ ഞാനായിരുന്നു. സുഹാസിനി ഒരു ഞെട്ടലോടെ നീ എന്താ പറഞ്ഞേന്ന് ചോദിക്കുമ്പോൾ നിരുപമ പറയും ഞാനാ അവരെ വിളിച്ച് ഇൻഫോം കൊടുത്തത് നമ്മളുടെ ഫാക്ടറിയിൽ കള്ളക്കളി നടക്കുന്നുണ്ടെന്ന്. പക്ഷേ ആ ഇൻഫോമറുടെ പേര് മീനു എന്നാ, ആ പേരിലാണ് ഞാൻ രഹസ്യങ്ങൾ കൈമാറിയത്. അമ്മയും മീനുവിനെ തമ്മിൽ തെറ്റിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര കടുത്ത പ്രയോഗം ഞാൻ നടത്തിയത്. എല്ലാം കേട്ട് സുഹാസിനിക്ക് ആദ്യം ഒരു ഞെട്ടലാണെങ്കിലും അവർ പറയും എന്താണേലും നിന്റെ ബുദ്ധി കൊള്ളാം. ഇതോടെ ശിവരഞ്ജനിയും മീനും തമ്മിൽ തെറ്റണം, രണ്ടും രണ്ട് പാത്രത്തിലാവണം. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.